ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനി വിജയിച്ചതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടി. ട്രംപിന്റെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും നയങ്ങളെ ശക്തമായി വിമർശിച്ചതിലൂടെ ശ്രദ്ധേയനാണ് മംദാനി. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മംദാനിയെ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നായിരുന്നു ട്രംപ് വിശേഷിപ്പിച്ചത്. വാടക മരവിപ്പിക്കൽ, സൗജന്യ സിറ്റി ബസ് യാത്ര, ധനികർക്ക് അധിക നികുതി തുടങ്ങിയ പുരോഗമനപരമായ വാഗ്ദാനങ്ങൾ നൽകിയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായക മീര നായരുടെയും ഇന്ത്യയിൽ വേരുള്ള ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് 35-കാരനായ സൊഹ്റാൻ. സലാം ബോംബെ, മൺസൂൺ വെഡ്ഡിംഗ് തുടങ്ങിയ സിനിമകളുടെ സംവിധായികയാണ്. ഓസ്കാർ നോമിനി കൂടിയായ അമ്മ മീര നായർ. റാപ്പറും എഴുത്തുകാരനുമെല്ലാമായ സൊഹ്റാൻ ജപ്തി ഭീഷണി നേരിട്ടിരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുശ്രദ്ധയിലേക്ക് വരുന്നത്. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഏതാനും നാളുകൾക്ക് മുൻപ് ഫെഡറൽ ഏജൻസികൾ അമേരിക്കൻ നഗരങ്ങളിൽ റെയ്ഡുകളും കൂട്ട അറസ്റ്റും നടത്തിയിരുന്നു. വലിയ പ്രതിഷേധമാണ് ഈ നീക്കത്തിനെതിരെ ഉയർന്നത്. ലോസ് ആഞ്ചലസും ന്യൂയോർക്കും പോലുള്ള വൻ നഗരങ്ങളിൽ ജനം തെരുവിലിറങ്ങി. ഒട്ടേറെ പേരെ ട്രംപ് ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ന്യൂയോർക്കിൽ ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയത് 33-കാരനായ ഒരു ജനപ്രതിനിധിയായിരുന്നു. ട്രംപ് അമേരിക്കൻ ജനതയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്ന് പറഞ്ഞ ആ യുവാവിന് പിന്നിൽ ആയിരങ്ങൾ അണിനിരന്നു. സൊഹ്റാൻ മംദാനി എന്നു പേരുള്ള ആ യുവാവ് ഇന്ന് അമേരിക്കയുടെ ആകെ ശ്രദ്ധാകേന്ദ്രമാണ്. ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ട്രംപ് മംദാനിക്ക് ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്ക് സിറ്റിക്ക് ഏറ്റവും കുറഞ്ഞ ഫെഡറൽ ഫണ്ട് അനുവദിക്കൂ എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യത കുറവായതിനാൽ ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മംദാനിയോട് പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആൻഡ്രൂ കുമോയ്ക്ക് വേണ്ടിയാണ് ട്രംപ് പരസ്യമായി വാദിച്ചത്. ഈ എതിർപ്പുകളെല്ലാം തള്ളിക്കളഞ്ഞാണ് മംദാനി ചരിത്ര വിജയം നേടിയത്. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് സൊഹ്റാൻ ജനിച്ചതും തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചതും. അദ്ദേഹത്തിന്റെ 7ാമത്തെ വയസ്സിലാണ് കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത്. 2018 അമേരിക്കൻ പൗരത്വം ലഭിച്ചു. ഈ വർഷം തുടക്കത്തിലായിരുന്നു സിറിയൻ കലാകാരിയായ റാമ ദുവാജിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിവാഹം. പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതും ഇസ്രായേലിന്റെ വംശഹത്യയെ വിമർശിച്ചതും ഉൾപ്പെടെയുള്ള നിലപാടുകളാണ് സൊഹ്റാനെതിരെ പ്രവർത്തിക്കാൻ US പ്രസിഡന്റ് ട്രംപിനെ പ്രേരിപ്പിച്ചത്. ഗാസയിലെ വംശഹത്യക്ക് സഹായം നൽകുന്നതിനെ സൊഹ്റാൻ എതിർത്തിരുന്നു. ന്യൂയോർക്കിൽ എത്തിയാൽ യുദ്ധ കുറ്റവാളിയായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന സൊഹ്റാന്റെ പ്രഖ്യാപനവും ചരിത്രത്തിൽ ഇടം നേടി.